ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൂട്ടി ഓറിയോ ഐസും കട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെക്കണ ഐസ് കട്ടാക്കണ പാത്രങ്ങൾ എടുത്തിട്ട് നേരെ അതിനകത്ത് ഫ്രൂട്ടി തുറക്കുക. സാധാരണ തുറന്നിട്ട് നേരെ അതിനകത്തേക്ക് ആ ഫ്രൂട്ടി വെച്ച് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് 10 രൂപയുടെ മതിട്ടാണ് അത് പൊട്ടിക്കുന്ന രീതിക്ക് പൊട്ടിച്ചിട്ട് നേരെ അത് ചതച്ച് കൂട്ടി പീസാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചാൽ ഫ്രൂട്ടിലേക്കാണ് ഇട്ടാണ്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു വെറൈറ്റി കൂടി ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാമെന്ന് ഓർത്ത് ചെയ്ത് നോക്കി, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഓറിയോ ഇട്ടതിനകത്ത് നിറച്ച് വെച്ചാൽ നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയാകാൻ വേണ്ടി സൂക്ഷിക്കണം കേട്ടോ. കട്ടയായതിനു ശേഷം പുറത്തേക്ക് എടുക്കില്ല. അപ്പോൾ ഞാനത് ഫ്രീസറിൽ കയറ്റി വെച്ച് ഒരു 4 മണിക്കൂർ ഏകദേശം വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കട്ടയാകുമ്പോൾ എടുക്കാം. അപ്പോൾ ഞാൻ കട്ടയായപ്പോൾ എടുത്തു പുറത്തേക്ക് കൊണ്ടുവന്ന് നേരെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി പറിച്ചെടുക്കാൻ നോക്കിയതാണ്. പണി പാളി. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത് ഒടിഞ്ഞു പോയി. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, പൊട്ടിപ്പോയത്. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യണേ? ഞാനത് കട്ട അങ്ങനെ വയ്യ പൊട്ടിക്കാന്ന് ഓർത്ത് അറിഞ്ഞു വെച്ച് പൊട്ടിച്ചല്ല, ഞാൻ ഐസും കട്ട പൊക്കിയെടുക്കാന്ന് ഓർത്ത് ഇതാക്കിയതാ. എന്ത് ചെയ്യുക, പൊട്ടിപ്പോയി. എന്നാലും സാറില്ല, ഞാൻ ഒരെണ്ണം എടുത്ത് തിന്നു നോക്കി. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഫ്രൂട്ടിയുടെ ഒരു ടേസ്റ്റും ഒരു ഓറിയോയുടെ ഒരു മിക്സും വന്നപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുഴപ്പമുണ്ടായില്ല, നല്ല രസമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം പൊട്ടിപ്പോയില്ലേ, അതുകൊണ്ട് ആ മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് ഒടിക്കാണ്ട് വേണം ട്രൈ ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർ തലക്ക് ഒടിച്ച് ഓടിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ല? ഓക്കെ, ബൈ.